Next topic, residue theorem. Residue theorem, let f of z be analytic inside a simple closed path C and on C. നമ്മളൊരു ക്ലോസ്ഡ് റീജിയൻ കൺസിഡർ ചെയ്യാണ്. ഒരു ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് റീജിയൻ കൺസിഡർ ചെയ്തു. ഈ റീജിയനിൽ ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ആ റീജിയന് സി എന്ന് എടുക്കുകയാണ്. ഇതിന്റെ അകത്തും അതുപോലെ തന്നെ ഈ ഒരു കർവിന്റെ അകത്ത് ഉള്ള പോയിന്റ്സിലും അതുപോലെ തന്നെ ഈ കർവിലുള്ള പോയിന്റ്സിലെല്ലാം ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അത് അനലിറ്റിക് അല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അതിന്റെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു, സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എവിടെയാണോ അനലിറ്റിക് അല്ലാതാവുന്നത് അതിനെയാണ് അതിന്റെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ആയിട്ട് Z1, Z2, എക്സെട്ര ZK എന്ന് ചൂസ് ചെയ്ത് അത് ഇതിന്റെ അകത്ത് വരുന്നതാണ്. ഇതിന്റെ അകത്തും സിംഗുലർ അല്ലാത്ത പോയിന്റ്സ് ഉണ്ടാവും, മീൻസ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ Z1, Z2, എക്സെട്ര ZK എന്ന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഇന്റഗ്രൽ ഓഫ് ദിസ് അനലിറ്റിക് ഫംഗ്ഷൻ ഓവർ ദീസ് ക്ലോസ്ഡ് റീജിയൻ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ല, കോഷീസ് ഇന്റഗ്രൽ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രേഷൻ ഇല്ലാതെ തന്നെ എന്താണ് ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്നാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെസിഡ്യൂ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഓരോ സിംഗുലർ പോയിന്റ്സിനും Z1, Z2, എക്സെട്ര Z1 എന്നുള്ള ഓരോ സിംഗുലർ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കുക. അതായത് റെസിഡ്യൂ അറ്റ് Z1, റെസിഡ്യൂ അറ്റ് Z2 അപ് ടു റെസിഡ്യൂ അറ്റ് ZK, എല്ലാ റെസിഡ്യൂവും കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ആ എല്ലാ സിംഗുലർ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കിട്ടും. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇൻറ്റു 2π ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി ദി ഇന്റഗ്രൽ വാല്യൂ. ഇവിടെ ഇന്റഗ്രേഷനെ നമുക്ക് വേണ്ട, ജസ്റ്റ് റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റെസിഡ്യൂ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യാണ്ട് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഓവർ എ ക്ലോസ്ഡ് റീജിയനിലെ ഇന്റഗ്രേഷൻ എന്താണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് പ്രോബ്ലംസ് പറയുമ്പോഴായിരിക്കും തിയറം കൂടുതൽ മനസ്സിലാവുക. ലെറ്റ്സ് ഡു ദി പ്രോബ്ലംസ്. Okay, our problem. Evaluate integral over C 4 minus 3z z square minus z dz, where C is any simple closed path such that 0 and 1 are inside C, 0 is inside and 1 is outside, 1 is inside and 0 is outside, and 0 and 1 are outside. അതായത് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ ആണ് നമുക്ക് ഇന്റഗ്രൽ വാല്യൂ ഓവർ ദി റീജിയൻ സി അല്ലെങ്കിൽ ഓവർ ദി ക്ലോസ്ഡ് പാത്ത് സി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ സിംഗുലർ പോയിന്റ്സ് ആണ് 0യും 1ഉം. അതിപ്പോ നമുക്ക് സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. z സ്ക്വയർ മൈനസ് z ഈക്വൽ ടു 0, that is z into z minus 1 equal to 0. So the singular points are z equal to 0 and z equal to 1. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ ഇവിടെ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടത്, കാരണം ഓൾറെഡി നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ സബ് പാർട്ടിൽ 0യും 1ഉം ആണ് സിംഗുലർ പോയിന്റ്സ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ 0യും 1ഉം ആണ് ഇവിടെ സിംഗുലർ പോയിന്റ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഇവിടെ റീജിയൻ എന്താണെന്നുള്ളത് തന്നിട്ടില്ല. ഒരു ക്ലോസ്ഡ് റീജിയൻ, അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ അത് ഡിപ്പെൻഡിങ് ഓൺ ഈ 4 കേസ് വരുമ്പോഴുള്ള അതിന്റെ ഈ ഇന്റഗ്രൽ വാല്യൂ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് റീജിയൻ എന്താണെന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ റീജിയൻ വെച്ചിട്ട് നോക്കുക, z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ, അതുപോലെ തന്നെ z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്ന് യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് ആ ക്ലോസ്ഡ് റീജിയൻ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 4 സബ് പാർട്ട് തന്നിട്ടുള്ളത്. അപ്പൊ 4 കേസിലും ഔട്ട് സൈഡും ഇൻസൈഡ് ഒക്കെ ആകുമ്പോൾ ഉള്ള വാല്യൂസ് എന്താണെന്നുള്ളത് 4 കേസായിട്ട് നമ്മളിവിടെ ചെയ്യണം. അപ്പൊ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് 0യും 1ഉം ആ ക്ലോസ്ഡ് റീജിയന് ഇൻസൈഡ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബൈ ദി റെസിഡ്യൂ തിയറം നമുക്കറിയാം ദി ഇന്റഗ്രൽ വാല്യൂ വിൽ ബി 2π ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് അറ്റ് ദി സിംഗുലർ പോയിന്റ്സ്. അപ്പൊ ഇവിടെ 2 സിംഗുലർ പോയിന്റ്സ് ആണ് ഉള്ളത്, 0യും 1ഉം. അപ്പൊ റെസിഡ്യൂ അറ്റ് 0യും കണ്ടുപിടിക്കുക, റെസിഡ്യൂ അറ്റ് 1ഉം കണ്ടുപിടിക്കുക. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇൻറ്റു 2πi ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദി ഇന്റഗ്രൽ വാല്യൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സം പി ഓഫ് ഇസഡ് ബൈ ക്യൂ ഓഫ് ഇസഡ് എന്നുള്ള ഫോമാറ്റിലാണ്. വേർ പി ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3z ആൻഡ് ക്യൂ ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് z. അപ്പൊ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എഫ് ഓഫ് ഇസഡ്. ദി ഫോർമുല വിൽ ബി പി ഓഫ് 0 ബൈ ക്യൂ ഡാഷ് ഓഫ്
0. ഇതാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ പി ഓഫ് സീറോയും ക്യൂ ഡാഷ് ഓഫ് സീറോയും കണ്ടുപിടിക്കാം. ഇവിടെ ഓൾറെഡി പി ഓഫ് ഇസഡ് നമുക്ക് കിട്ടി. അപ്പോൾ പി ഓഫ് സീറോ എന്ന് പറയുന്നത് എന്തെങ്കിലും സെഡ് വന്നോടത്ത് 0 എന്ന് കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 4. ആൻഡ് ക്യൂ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂ ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സോ ക്യൂ ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 2z minus 1. So q dash of 0, z വന്നിടത്ത് 0 കൊടുക്കുമ്പോൾ will get minus 1 as the value. അപ്പോൾ values ഇവിടെ replace ചെയ്യുമ്പോൾ 4 by minus 1. So the residue at z equal to 0 will be minus 4. Similar method തന്നെ residue at z equal to 1 കണ്ടുപിടിക്കുക. So residue at z equal to 1 into f of z, which is equal to p of 1 by q dash of 1. So p of 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? z. ഇവിടെ ഈ ഫോർമുലയിൽ z ന് പകരം 1 എന്ന് കൊടുക്കുമ്പോൾ we will get p of 1 is equal to 4 minus 3 into 1, that is 1. അതുപോലെ തന്നെ q dash of 1, ഈ ഫോർമുല q dash of 1 ൽ q dash of z ൽ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get 2 into 1 minus 1, that is again 1. So we will get the value as 1. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ റെസിഡ്യൂവിന്റെ വാല്യൂ -4 എന്ന് കിട്ടി. ഇവിടുത്തെ റെസിഡ്യൂ വാല്യൂ 1 എന്ന് കിട്ടി. ജസ്റ്റ് അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദി ഇന്റഗ്രൽ വാല്യൂ. സോ ഇന്റഗ്രൽ ഓവർ c 4 minus 3z by z square minus z into dz, which is equal to 2 pi I into minus 4 plus 1. So it will be minus 3. So the value will be 6 pi I. ഇങ്ങനെയാണ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റത്തെ കേസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് രണ്ട് പോയിന്റ്സും ഇൻസൈഡ്, രണ്ട് സിംഗുലർ പോയിന്റ്സും ഇൻസൈഡ് ആയിട്ട് വരുന്ന കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് 0 ഇൻസൈഡ് ആണ്, അതുപോലെ തന്നെ 1 ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ബൈ ദി കോഷീസ് ഇന്റഗ്രൽ ദിസ് വാല്യൂ വിൽ ബി 0. അപ്പൊ നമ്മളത് ചെയ്യണ്ട. ഔട്ട്സൈഡ് ആണെങ്കിൽ അതിന്റെ റെസിഡ്യൂ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ചെയ്ത് വെറുതെ സമയം കളയണ്ട. അപ്പൊ ഇവിടെ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? z equal to 0 മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ ബൈ ദി റെസിഡ്യൂ തിയറം ദി പാർട്ട് 2 വിൽ ബി ഇന്റഗ്രൽ ഓവർ c 4 minus 3z z square minus z into dz. അതിന്റെ വാല്യൂ എന്ത് വരും? 2 pi I into residue of f of z at z equal to 0. ഇതായിരിക്കും വാല്യൂ. 1 ഔട്ട്സൈഡ് ആയതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, റെസിഡ്യൂ 0 ആയിരിക്കും. അപ്പൊ അത് ചെയ്യണ്ട. അപ്പൊ റെസിഡ്യൂ ഓഫ് അറ്റ് z ഈക്വൽ ടു 0 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വാല്യൂ ഈസ് -4. സോ രണ്ടാമത് ചെയ്യേണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് അതൊന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ദി വാല്യൂ വിൽ ബി -8 by I. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ഇൻസൈഡും 0 ഔട്ട്സൈഡും. അപ്പൊ 0 ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 0 ആണ്. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ അഗെയിൻ ബൈ ദി കോഷീസ് ഇന്റഗ്രൽ residue theorem we will get 4 minus 3z by z square minus z into dz, which is equal to 2 pi I into residue of z equal to 1 f of z. So value will be 2 pi I into residue of z equal to 1. അത് നമ്മളോട് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. its value is 1. So we will get the integral value as 2 pi I. ഇനി ഫോർത്ത് കേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 0യും 1ഉം ഔട്ട്സൈഡ്, രണ്ടും ഔട്ട്സൈഡ് ആണ്. അപ്പൊ രണ്ടും ഔട്ട്സൈഡ് ആണെങ്കിൽ ബൈ ദി കോഷീസ് ഇന്റഗ്രൽ തിയറം വി ഹാവ് ദി ഇന്റഗ്രൽ വാല്യൂ വിൽ ബി 0. സോ ബോത്ത് ദി പോയിന്റ്സ് ആർ ഔട്ട്സൈഡ്. ബൈ കോഷീസ് ഇന്റഗ്രൽ തിയറം രണ്ട് പോയിന്റ്സും ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും integral over c 4 minus 3z by z square minus z into dz is equal to 0. Our next problem, evaluate integral over c tan z by z square minus 1 dz, where the closed region is modulus z is equal to 3 by 2. അതായത് സെന്റർ 0 ആയിട്ട് വരുന്നത്. ഇതൊരു സർക്കിൾ ആണ്. സെന്റർ 0 ആയിട്ടും വിത്ത് റേഡിയസ് 1.5 ആയിട്ട് വരുന്ന ഒരു സർക്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. 1.5. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളിവിടെ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സിംഗുലർ പോയിന്റ്സ് കിട്ടണം. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് z സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് z സ്ക്വയർ ഈക്വൽ ടു 1. സോ ദി പോയിന്റ്സ് ആർ 1 and -1.
ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് ഏതൊക്കെ സിംഗുലർ പോയിന്റ്സ് ഇതിന്റെ അകത്താണോ നോക്കണം. പുറത്താണെങ്കിൽ ഇറ്റ്സ് വാല്യൂ വിൽ ബി 0. അകത്തോ അല്ലെങ്കിൽ ആ ഒരു തന്നിരിക്കുന്ന റീജിയന്റെ കർവിന് ആ ബൗണ്ടറിയിലോ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ z ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1.5 ആണെങ്കിൽ ഇത് 1 എന്ന് വരും. അപ്പൊ അതും ഇൻസൈഡ് ആണ്. z ഈക്വൽ ടു -1 രണ്ട് പോയിന്റും ഈ സർക്കിളിന്റെ ഇൻസൈഡ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഫിഗർ വരച്ച് ചെയ്യണമെന്നില്ല. കോഷ്യസ് ഇന്റഗ്രൽ ചെയ്ത പോലെ തന്നെ ഈ മോഡുലസ് വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് മോഡുലസ് z ഈക്വൽ ടു ഫസ്റ്റത്തെ വാല്യൂ 3/2 എന്നാണ്. ഫസ്റ്റത്തെ വാല്യൂ എന്താ, z ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് 1 is equal to 1, that is less than 3/2. so inside the circle or inside C. അതുപോലെ തന്നെ z equal to -1 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും, മോഡുലസ് ഓഫ് -1 equal to 1, again less than 3/2. so inside C. so രണ്ട് പോയിന്റ്സും രണ്ട് സിംഗുലർ പോയിന്റ്സും ആ സർക്കിളിന്റെ അകത്താണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, z ഈക്വൽ ടു 1ലുള്ള റെസിഡ്യൂ കണ്ടുപിടിക്കുക, z ഈക്വൽ ടു -1ലുള്ള റെസിഡ്യൂ കൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2πi വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you will get the integral value. Okay, so by the residue theorem we have the formula integral over c tan z by z square minus 1 into dz, which is equal to 2πi into residue at z equal to 1 f of z and residue of z equal to -1 f of z. എന്ത് ചെയ്താൽ മതി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വിൽ ഗെറ്റ് ദി വാല്യൂ. അപ്പോൾ ഫസ്റ്റ് റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 f of z എന്ത് കിട്ടും, p of 1 by q dash of 1. സോ p of z എന്ന് പറയുന്നത് ഇവിടെ tan z ആണ്. സോ p of 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, tan 1 എന്ന് വരും. tan 1 എന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി, വാല്യൂ ഏതെന്ന് നിർബന്ധമൊന്നുമില്ല. സോ q of z എന്ന് പറയുന്നത് എന്തായിരുന്നു, z സ്ക്വയർ മൈനസ് 1. സോ q dash of z ആണ് നമുക്ക് വേണ്ടത്. സോ 2z വരും. q dash of 1 is 2. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan 1 by 2 എന്ന് വരും. tan of 1 by 2. അതുപോലെ തന്നെ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 കണ്ടുപിടിക്കുക. സോ വി ഗെറ്റ് p of -1 by q dash of -1. p of -1 എന്ന് പറയുമ്പോൾ ഇവിടെ z വന്നുകൊടുത്ത് -1 എന്ന് കൊടുക്കുക. സോ വി ഗെറ്റ് tan of -1 by q dash of -1. q dash of z എന്ന് പറയുന്നത് 2z ആണ്. അപ്പോൾ z ന് -1 എന്ന് എടുക്കുമ്പോൾ -2 വരും. -2. ഇനി tan of -x എന്ന് പറയുന്നത് മൈനസ് tan x ആണ്. അപ്പോൾ ആ മൈനസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് tan 1 by 2. എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസും ഇപ്പോൾ കിട്ടിയ രണ്ട് റെസിഡ്യൂ വാല്യൂസും ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ we get integral over c tan z by z square minus 1 into dz is equal to 2pi into tan of 1 by 2 plus tan of 1 by 2. എന്ത് വരും, tan of 1 by 2 plus tan of 1 by 2 is tan 1. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 tan of 1 by 2 ക്യാൻസൽ ചെയ്യുമ്പോൾ tan 1 എന്ന് വരും. സോ the answer or the integral value is 2pi into tan of 1. This will be the integral result. Next problem. Integral over c z square minus 2z by z square minus 4z minus 5 dz, where c is the closed path or the circle z minus 2 minus I equal to 3.2. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഇത് സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് z സ്ക്വയർ മൈനസ് 4z മൈനസ് 5 is equal to 0. So the singular points are z minus 5 into z minus z plus 1 equal to 0. So we get z equal to 5 and minus 1. So ഇത് രണ്ടുമാണ് ഇവിടുത്തെ സിംഗുലർ പോയിന്റ്സ്. ഇനി എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ക്ലോസ്ഡ് പാത്തിന് അകത്ത് ഏതൊക്കെ സിംഗുലർ പോയിന്റ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ മോഡുലസ് z മൈനസ് 2 മൈനസ് I is equal to 3.2. സോ ഫസ്റ്റത്തെ വാല്യൂ കൊടുക്കുക, z equal to 5. സോ എന്താ വരും, മോഡുലസ് ഓഫ് 3 മൈനസ് 2 മൈനസ് I, that is 1 minus I. Its value is root of 1 plus 1.
1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അങ്ങനെയാണ് √2. √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ 3.2. സോറി, ഒരു മിസ്റ്റേക്ക് പറ്റി. 5 മൈനസ് 2 എന്നാണ്. അപ്പോൾ ഇവിടെ 3 വരും. 3 മൈനസ് I, 3യുടെ സ്ക്വയർ 9 മൈനസ് 1ന്റെ സ്ക്വയർ, സോ √10. ഇറ്റ്സ് അഗൈൻ ദി വാല്യൂ ഇസ് ലെസ് ദാൻ 3.2. അടുത്ത വാല്യൂ എടുക്കുക, z ഈക്വൽ ടു -1. സോ വി ഗെറ്റ് √(-1 - 2 - I), ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -3 - I. Again √(-3യുടെ സ്ക്വയർ 9 പ്ലസ് -1ന്റെ സ്ക്വയർ 1, that is √10 less than 3.2. ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? മോഡുലസ് z ഈക്വൽ ടു √(x² + y²), അതായത് z ഈക്വൽ ടു x plus iy. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമാറ്റ് എങ്കിൽ ഇറ്റ്സ് മോഡുലസ് വാല്യൂ √(x² + y²). അപ്പോൾ ഇവിടെ നമുക്ക് z ഈക്വൽ ടു 3 മൈനസ് I എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ z എന്ന് പറയുന്നത്, മോഡുലസ് z എന്ന് പറയുന്നത് എന്ത് വരും? √3യുടെ സ്ക്വയർ, അതാണ് 9 പ്ലസ് ഐയുടെ കോഎഫിഷ്യന്റ്, അതാണ് y ആയിട്ട് എടുക്കുന്നത് -1. സോ -1ന്റെ സ്ക്വയർ 1, അങ്ങനെയാണ് √10 എന്ന് വരുന്നത്. സോ ബോത്ത് ദി പോയിന്റ്സ് ആർ ലെസ് ദാൻ 3.2. സോ these points are inside C. രണ്ട് പോയിന്റും അതിന് ഇൻസൈഡ് തന്നെയായിട്ടാണ് വരുന്നത്. സോ ബൈ ദി റെസിഡ്യൂ തിയറം വി ഗെറ്റ് the integral value, integral over C, z minus 2z by z² minus 4z minus 5 dz is equal to 2 pi I into the sum of residues, that is residue at z equal to 5 and residue at z equal to -1 f of z. Okay, ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ച്, അതായത് രണ്ട് റെസിഡ്യൂ വാല്യൂസും കണ്ടുപിടിച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി. we will get the values. So residue at z equal to 5 f of z എന്ന് പറയുന്നത് എന്തൊരു p of 5 by q dash of 5. p of z എന്ന് പറയുന്നത് we have z minus 2z and q of z എന്ന് പറയുന്നത് എന്ത് വരും? z² minus denominator value z² minus 4z minus 5, that is q dash of z equal to 2z minus 4. ഇനി p of 5 ആണ്, അപ്പോൾ z വന്നോടത്തെല്ലാം 5 എന്ന് കൊടുക്കുക. സോ p of 5 is equal to 5 minus 10, that is -5 divided by q dash of 5 എന്ത് വരും? 2 q dash of 5, 2 into 5 minus 4, so value will be 6. ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ z minus 23 എന്നാണ്, 2z അല്ല. 5 minus 23, that is -18 എന്ന് വരും. -18. q ഓപ്പോസിറ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. z² minus 23 ആണ്. ഓക്കെ, ദെൻ അടുത്ത വാല്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 f of z. വാല്യൂ എന്ത് വരും? p of -1 by q dash of -1. അപ്പോൾ p of z എന്ന് പറയുന്നത് we have it is z minus 23. p of -1 എന്ന് പറയുന്നത് -1 minus 23, that is -24. -24 by q dash of z. q dash of z ഓൾറെഡി നമുക്ക് കിട്ടി 2z minus 4. So q dash of -1 എന്ന് പറയുന്നത് -2 minus 4, that is -6. Okay, that is 24 by 6. നമുക്ക് ആ വാല്യൂസ് ഇക്വേഷൻ നമ്പർ 1ൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ ദി ഇന്റഗ്രൽ ഓഫ് c z minus 23 by z² minus 4z minus 5 dz, which is equal to 2 pi I into the sum of residues, that is -18 by 6 plus 24 by 6. Simplify ചെയ്യുമ്പോൾ 18 by 6 എന്ന് പറയുമ്പോൾ -3 plus 24 by 6 എന്ന് പറയുമ്പോൾ 4. 4 minus 3, the value is 1. So the integral value will be 2 pi I. The next problem.
integral over c tan 2 pi z dz, where c is the closed path, modulus z minus 0.2 is equal to 0.2. Okay. ഈ tan 2 pi z എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ബൈ കോസ് എഴുതിക്കൂടെ? അതായത് സൈൻ 2 pi z by cos 2 pi z. Then singular points എന്ന് പറയുന്നത് എന്ത് വരും? Denominator equal to 0 എന്ന് equate ചെയ്യാം. So we get cos 2 pi z equal to 0. That is, cos ഏത് വാല്യൂവിലെ 0 ആവുന്നത്? 2n plus 1 pi by 2. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 pi z is equal to 2n plus 1 pi by 2. നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ടേംസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ രണ്ടിടത്തും പൈ ഉണ്ട്, പൈനെ ക്യാൻസൽ ചെയ്യാം. സെഡിന്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഈ 2നെ റൈറ്റ് സൈഡിലോട്ട് കൊടുത്താൽ മതി. സോ വിൽ ഗെറ്റ് 2n plus 1 by 4. n is equal to 0 plus or minus 1 plus or minus 2 etc. Okay. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 എന്ന് കൊടുക്കുമ്പോൾ വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് n equal to 0 എന്ന് കൊടുക്കുമ്പോൾ വാല്യൂ വിൽ ബി 1 by 4. Then n equal to 1. So the value will be 3 by 4. And n equal to minus 1 എന്ന് കൊടുക്കുമ്പോൾ minus 1 by 4. Then n equal to ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് ആയിട്ട് വാല്യൂസ് വരും. minus 3 by 4 etc. n equal to 0 എന്ന് കൊടുക്കുമ്പോൾ 1 by 4 വരും. n equal to 1 എന്ന് കൊടുക്കുമ്പോൾ 2 into 1 plus 1, that is 3 by 4. n equal to minus 1 എന്ന് കൊടുക്കുമ്പോൾ minus 2 plus 1, that is minus 1 by 4. n equal to minus 2 എന്ന് കൊടുക്കുമ്പോൾ minus 4 plus 1, that is minus 3 by 4. അങ്ങനെ ഓരോരോ വാല്യൂസ് എടുക്കുമ്പോൾ അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു 3-4 പോയിന്റ്സേ കൺസിഡർ ചെയ്യണുള്ളൂ. കാരണം അതിൽ 1-2 പോയിന്റ്സ് മാത്രമാണ് ഇൻസൈഡ് വരുന്നത്. ഇൻസൈഡ് ഈ സർക്കിൾ, ഈ ഒരു സർക്കിളിന്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കാനോ അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇൻസൈഡും ഔട്ട്സൈഡും നോക്കാം. അതായത് മോഡുലസ് ഓഫ് z മൈനസ് 0.2 is equal to 0.2. ഇതിൽ ഏതൊക്കെയാണ് ഔട്ട്സൈഡ് വരുന്നതെന്ന് നോക്കാം. ഔട്ട്സൈഡും ഇൻസൈഡും വരുന്നത്. z equal to 1 by 4 എന്ന് കൊടുക്കുക. സോ വി ഗെറ്റ് മോഡുലസ് 1 by 4 മൈനസ് 0.2. എന്ത് വരും? 1 by 4 എന്ന് പറയുന്നത് 0.25 ആണ്. മൈനസ് 0.2. സോ the value will be 0.05. അത് പറയുന്നത് ലെസ് ദാൻ 2 അല്ലേ? സോ ഇറ്റ്സ് ഇൻസൈഡ്. z equal to 1 by 4 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ. അടുത്ത പോയിന്റ് z equal to minus 1 by 4 കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? മൈനസ് 1 by 4 മൈനസ് 0.2, ദാറ്റ് ഈസ് മൈനസ് 0.25 മൈനസ് 0.2. സോ ദാറ്റ് ഈസ് മോഡുലസ് 0.45. മോഡുലസിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. 0.45. ഇവിടെ 0.02 എന്നാണ്, ലെസ് ദാൻ 0.02. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തായാലും 0.2നേക്കാൾ ഗ്രേറ്റർ അല്ലേ? സോ ഔട്ട്സൈഡ് ദി സർക്കിൾ സി. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാനിവിടെ എഴുതിയപ്പോൾ 2 എന്നാണ് പറഞ്ഞത്, 0.2 ആണ്. 0.2 എന്ന് പറയുന്നത് ലെസ് ദാൻ 0.05 ആണ്. സോ ഇൻസൈഡ് ദി സർക്കിൾ സി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് z equal to 3 by 4. അതെന്ത് വരും? 3 by 4 മൈനസ് 0.2. 3 by 4 എന്ന് പറയുമ്പോൾ 0.75 minus 0.2. The value is 0.55. It's greater than 0.2. So outside the circle C. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി z equal to 3 by 4 എന്ന് പറയുന്നത് ഓൾറെഡി ഔട്ട്സൈഡ് ആയി. പിന്നെ ഇപ്പോൾ 5 by 4 7 by 4 ഒക്കെ വന്നാലും ഇനി അതെന്തായാലും ഔട്ട്സൈഡ് ആയിരിക്കും. അതുപോലെ z equal to മൈനസ് 1 by 4 വരെ ആ പോയിന്റ് തന്നെ ഔട്ട്സൈഡ് ആയി. അപ്പോൾ പിന്നെ മൈനസ് 3 by 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും. അപ്പോൾ z equal to 1 by 4 ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സും ഈ സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ്. സോ z equal to 1 by 4 ഈസ് ദി ഓൺലി സിംഗുലർ പോയിന്റ് inside the circle C. Inside the given circle C. Okay. So by the Cauchy residue theorem, we get the integral value, that is integral over C tan 2 pi z. എന്ന് പറയുന്നത് എന്ത് വരും? 2 pi I into sum of residues. ഇവിടെ നമുക്ക് ഒരു റെസിഡ്യൂ അല്ലേ ഉള്ളൂ. z equal to 1 by 4 f of z. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഈ ഒരു റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി, കാരണം ബാക്കി എല്ലാ സിംഗുലർ പോയിന്റ്സും
സർക്കിളിന് ഔട്ട് സൈഡ് ആണ്. സോ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1/4. അതെന്തോരും പി ഓഫ് 1/4 ഡിവൈഡഡ് ബൈ ക്യൂ ഡാഷ് ഓഫ് 1/4. പി ഓഫ് z എന്ന് പറയുന്നത് വി ഹാവ് ഇറ്റ് ഈസ് സൈൻ 2π z. അപ്പൊ പി ഓഫ് 1/4 എന്ന് പറയുന്നത് എന്തോരും സൈൻ 2π/4. ദാറ്റ് ഈസ് സൈൻ 2π/2. സോറി സൈൻ π/2. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ക്യൂ ഓഫ് z എന്ന് പറയുന്നത് കോസ് 2π z. നമുക്ക് ക്യൂ ഡാഷ് ഓഫ് z ആണ് വേണ്ടത്. സോ സൈൻ 2πz ഇൻറ്റു 2π എന്ന് വരും. ഓക്കെ, ബൈ ദി ചെയിൻ റൂൾസ് 2π എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്യൂ ഡാഷ് ഓഫ് 1/4 എന്ന് പറയുന്നത് എന്ത് വരും മൈനസ് സൈൻ 2π/4 ഇൻറ്റു 2π. ദാറ്റ് ഈസ് മൈനസ് സൈൻ π/2 ഇൻറ്റു 2π. ദാറ്റ് ഈസ് സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് 2π എന്ന് വരും. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഒരു ടേമിൻ്റെ വാല്യൂ മാത്രമാണ്. സോ 2πi ഇൻറ്റു 1/-2π. സോ 2πയും 2πയും ക്യാൻസൽ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് വാല്യൂ ആസ് മൈനസ് i. സോ ദിസ് വിൽ ബി ദി ഇൻ്റഗ്രൽ വാല്യൂ. മൈനസ് i ആണ്. ബൈ ദി റെസിഡ്യൂ തിയറം ദി ഇൻ്റഗ്രൽ ഓവർ c tan 2π z dz ന്റെ ഇൻ്റഗ്രൽ വാല്യൂ ഇസ് ദ റിസൾട്ട്.